ഞാനേ ഇന്നൊരു മരുമോന്റെ കഥ പറയാം. എനിക്കറിയാം മരുമോൻ എന്ന് പറഞ്ഞ മാധ്യമങ്ങളൊക്കെ ആരുടെ ഒരു ഇമേജാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന്. പക്ഷെ ആ വിളിക്ക് ശരിക്കും അർഹനായ ഒരാളുണ്ട്. സ്വന്തം അമ്മായിയപ്പന്റെ സാമ്രാജ്യം അദ്ദേഹം അറിയാണ്ട് വിറ്റ് തൊലച്ചിട്ട് ബിസിനസ്സുകാരെന്ന് വിളിക്കുന്ന പിൻവാതിലൂടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരാൾ. തലശ്ശേരിക്കാരൻ ഒരു TPG നമ്പ്യാർ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഒരു കമ്പനി കെട്ടിപ്പടുത്ത ഒരു കഥയുണ്ട്. തലശ്ശേരിയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ട് നിശ്ചയദാർഢ്യം കൊണ്ട് BPL എന്ന് പറഞ്ഞ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി. ഇന്ത്യയുടെ കൺസ്യൂമർ ഇലക്ട്രോണിക് വ്യവസായ രംഗത്ത് BPLനോളം പോകുന്ന ഒരു പേരുണ്ടായിരുന്നില്ല. 1982 കളർ TV ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് തുടങ്ങി എല്ലാ മേഖലകളിലും സമഗ്രാധിപത്യം ഉണ്ടായിരുന്ന BPL ആ കമ്പനി ഇന്ന് എവിടെയാണ്? അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇത്രയും വലിയൊരു കമ്പനി, കേരളത്തിന്റെ മുഖമായി മാറേണ്ട ഒരു കമ്പനിയായിരുന്നു BPL. ഇന്ന് BPL എവിടെയാണ്? BPLന് എന്താണ് സംഭവിച്ചത്? BPLന് ഒന്നും സംഭവിച്ചിട്ടില്ല. BPLന്റെ നേതൃത്വത്തിലേക്ക് TPG നമ്പ്യാർ തന്റെ മകളുടെ ഭർത്താവായ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമേ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളൂ. 1991 തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ BPLലേക്ക് കടന്നു വരുന്നത്. 2005 ആകുമ്പോഴേക്കും BPLന്റെ 64% ഷെയറുകൾ അമ്മായിയപ്പൻ അറിയാതെ ഈ മരുമോൻ ഒരു SR എന്ന് പറഞ്ഞ ഒരു വിദേശ കമ്പനിക്ക് വിൽക്കാൻ പോവാണ്. അദ്ദേഹം ഇത് അറിഞ്ഞപ്പോ കേസ് ഫയൽ ചെയ്തു, നിയമ പോരാട്ടം നടത്തി. പക്ഷെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സ്വന്തം അമ്മായിയപ്പൻ ഉണ്ടാക്കിയിട്ടുള്ള ബിസിനസ് അദ്ദേഹം അറിയാതെ ചതിച്ച് വിറ്റ് ആ പൈസ കൊണ്ട് ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി അടുത്ത മാസം തന്നെ തുടങ്ങി. 2005 അദ്ദേഹം ജൂലൈയിൽ ഇത് വിൽക്കുന്നു. ഓഗസ്റ്റിൽ എന്തോ ഈ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങാണ്. പിന്നീട് അങ്ങോട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായിട്ടുള്ള വളർച്ചയാണ്. 2006 അദ്ദേഹം കർണാടകയിൽ നിന്ന് രാജ്യസഭ MP ആവാണ്. അത് കഴിഞ്ഞ് വീണ്ടും കർണാടക ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യാണ് രാജ്യസഭ MP ആയിട്ട്. അദ്ദേഹത്തിന് വലിയ പ്രതിരോധ കരാറുകൾ ലഭിക്കുകയാണ്. മാധ്യമങ്ങളുടെ ഓഹരി ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഹോൾഡിംഗ്സ് വാങ്ങാണ്. കേന്ദ്ര മന്ത്രി വരെയാവുന്നു. കേരളത്തിലെ BJPയുടെ അധ്യക്ഷനാവുന്നു. പക്ഷെ ഇതിന്റെ ഒക്കെ തുടക്കം ഒരു മനുഷ്യൻ കേരളത്തിലെ ഒരു വില്ലേജിൽ നിന്ന് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് അതിനെ ചതിച്ച ഒരു കഥയാണ്. അങ്ങനെ ഒരു മരുമോന്റെ കഥയെന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത് എന്നുള്ളത് പലപ്പോഴും ആൾക്കാർ മറന്നുപോകാറുണ്ട്. അപ്പൊ ആ മരുമോനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിലൂടെ വളർന്നു വന്ന പരിചയമുള്ള ഇന്ന് കേരളത്തിന്റെ മന്ത്രിയായിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു മന്ത്രിയായിരിക്കുന്ന റിയാസിനെ കേവലം മരുമോന്ന് വിളിച്ചിട്ട് ആക്ഷേപിക്കുന്നത്. ഇതൊക്കെ TPG നമ്പ്യാർ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഐറണി തൂങ്ങിച്ചെത്തെന്ന് പറയില്ല, അങ്ങേരം അദ്ദേഹം കാർക്കിച്ച് തുപ്പുന്നുണ്ടാവും ഇപ്പൊ ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ. എന്താ ഇപ്പൊ കഥ? ആദ്യം ഇത് പറയാം, മുഹമ്മദ് റിയാസ് മന്ത്രിയായ കാലത്ത് തുടങ്ങിയ മുറുമുറുപ്പാണിത്. മരുമകനാണത്രേ. കോഴിക്കോട് സെന്റ് ജോസഫ് സ്കൂളിൽ നിന്ന് കൊടിപിടിച്ചു തുടങ്ങിയതാണ് മുഹമ്മദ് റിയാസ്. 8ാം ക്ലാസ് കാലത്ത് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ്. അതുമുതൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹി